ഒന്നാമത് നമ്മൾ അവളെ കാണുന്നത്, അവൾ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. മറ്റെന്തിനു കൊടുക്കുന്നതിൽ പ്രാധാന്യത എന്തിനു കൊടുക്കണം? ദൈവവചനത്തിന് കൊടുക്കണം. മറ്റേതിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത എന്തിനു കൊടുക്കണം? ദൈവവചനം ശ്രദ്ധിക്കുന്നതിന് കൊടുക്കണം. ഇനി ഞാൻ അവളെ കണ്ട രണ്ടാമത്തെ ഒരു സ്ഥലം പരിചയപ്പെടുത്താം. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആ ആ ആ ആ മറിയ രണ്ടാമത് കാണുന്നൊരു സ്ഥലമാണ്. തൻ്റെ ബ്രദർ മരിച്ചതിൻ്റെ 4-ാമത്തെ ദിവസം യേശു പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അവൾ എന്ത് ചെയ്തു? അറിഞ്ഞു. ഓടി ചെന്നേച്ച് കർത്താവിൻ്റെ കാൽക്കലോട്ട് വീണേച്ച് കർത്താവിനോട് പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു? മരിക്കത്തില്ല. ഞാൻ മറിയോട് ചോദിച്ചു, നിന്റെ ബ്രദർ മരിച്ച പിന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന ആളാണോ യേശു? അവൾ പറഞ്ഞല്ല, എൻ്റെ ബ്രദർ മരിച്ചപ്പം മുതൽ ഞങ്ങളുടെ ചേർച്ചയിലുമുള്ള സകല മനുഷ്യരും വന്നായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഈ അടക്കത്തിൻ്റെ എല്ലാ ക്രമീകരണവും ചെയ്തു തന്നത്. MLA വന്നായിരുന്നു, മന്ത്രി വിളിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരോട് ആരോടെങ്കിലും നീ പറഞ്ഞായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നെന്ന്? ഇവരോട് ആരോടെങ്കിലും നീ പറഞ്ഞായിരുന്നോ? അവൾ പറഞ്ഞില്ല. അവരോട് ആരോട് ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവരൊക്കെ പറയുന്നത് കേട്ട് വിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞതല്ലാതെ അവരോട് ആരോടും ഞാൻ ഒരു വാക്കും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അവരോട് ആരോടും പറയാത്ത കാര്യം നീ എന്തിനാ യേശുവിനോട് പറഞ്ഞത്? അപ്പോൾ അവൾ എന്നോട് പറയാ, ആരോടും പറയാൻ പറ്റാത്ത ഏത് നൊമ്പരങ്ങളും ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാണെന്നറിയാമോ? അത് യേശുവിൻ്റെ സന്നിധി. എത്ര പേർക്ക് ഇന്ന് പകലും മനസ്സിലാകുന്നുണ്ട്? ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത, ആരുടെയും മുമ്പിൽ പറയാൻ പറ്റാത്ത ഏത് നൊമ്പരങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പോർക്കളത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരായ നമ്മൾ ഒന്നിച്ച് ഇങ്ങനൊരു കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒറ്റ കാര്യത്തിനാ. ഒന്നിച്ച് വന്നിരുന്നേച്ച് ആരോടും പറയാൻ പറ്റാത്ത ചില സ്വകാര്യ നൊമ്പരങ്ങൾ, ചില വ്യക്തിപരമായ വേദനകൾ നമ്മുടെ ദൈവത്തോട് പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പകൽ നമ്മുടെ നൊമ്പരങ്ങളെ കേട്ടേച്ച് വെറുതെ പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ചലിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ചലനം തരാൻ ദൈവശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ! വളരെ ശക്തമായി പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളുടെ മേൽ, ചലനമില്ലാത്ത ചില വിഷയത്തിൻ്റെ മേൽ, ഇനിയും ചലനത്തിന് സാധ്യതയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, ഇന്ന് പകൽ യേശുവിനോട് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ചിലതിനെ ജീവിപ്പിച്ച് ദൈവം നിങ്ങളെ ഇവിടെ നയിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബ്ലഡ് റിലേഷനിലുള്ള ചില വിഷയത്തിൻ്റെ മേൽ അങ്ങനെ പറയാൻ ദൈവാത്മാവനോട് പറയുകയാ. നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ചില വിഷയത്തിൻ്റെ മേൽ, നിങ്ങളെ സ്പർശിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, നിങ്ങളുടെ തലമുറ വിഷയത്തിൻ്റെ മേൽ, നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൻ്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ, നിന്റെ വ്യക്തിപരമായ വിഷയത്തിൻ്റെ മേൽ ദൈവദാസ, ഇത് താങ്കൾ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരുടെ മുമ്പിൽ അത് പങ്കുവെച്ചിട്ടില്ല. ഇന്ന് പകൽ ആരോടും പറയാത്ത കാര്യം നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇടനഞ്ചി കീറി ദൈവത്തോട് പറ. ശബനാര, ഇതൊരു സാധാരണ യോഗമല്ല. പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ അരിച്ചെടുക്കുന്ന ചിലരെ ദൈവം ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത ചില വിഷയങ്ങൾ ഇനി ചലിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ചലനം പകരാൻ
ചില ദൈവദാസന്മാരോട് വളരെ ശക്തമായി പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുകയാ, തലമുറയുടെ വിഷയത്തിൻ്റെ മേലൊരു ചലനമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവന്ന് ഒരു വിഷയം പോലും ദൈവം തൊടാതെ വിടത്തില്ല. ദൈവം അതിനെ തൊടാതെ വിടത്തില്ല. ഇന്ന് പകൽ സ്വർഗം ചിലതിനെ തൊടുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ശബാരാധര, നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ കുടുംബത്തിലെ വിഷയം, അതൊരിക്കലും നാറാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനകത്തൊരത്ഭുതം നടക്കും. ഇന്ന് പകൽ ദൈവം ഒരത്ഭുതം ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ യോഗം തീരുന്നതിന് മുമ്പ് നാളുകൾ കൊണ്ട് ഞാൻ നൊമ്പരപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ? ഓ, വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞു, അവള് വചനം കേട്ടുകൊണ്ടേയിരുന്നു. കാരണം വചനമാണ് അനുഗ്രഹിക്കുന്നത് നമുക്കറിയാം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ആരോടും പറയാത്ത നൊമ്പരം അവൾ പറഞ്ഞു. അപ്പൊ ദൈവസന്നിധി വരുമ്പം ആദ്യം കേൾക്കേണ്ടത് കേൾക്കണം. രണ്ട്, പറയേണ്ടത് വായും പൂട്ടി ഇരിക്കരുത്. പറയാനുള്ളതൊക്കെ ആരോട് പറയണം? യെസ്, ദൈവസന്നിധിയിൽ ആര് വന്നാലും അവരറിയേണ്ട ഒരു മാതൃകയാണ് മറിയയുടെ മാതൃക. ഒന്ന്, കേൾക്കേണ്ടത് കേൾക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? രണ്ട്, പറയാനുള്ളത് പറയണം. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ വായിച്ച യോഹന്നാൻ 12:1. എല്ലാവരും ഇരിക്കുമ്പം അവള് ആരും ചെയ്യാത്ത ചിലത് എന്ത് ചെയ്തു. അപ്പോൾ ദൈവസന്നിധി മൂന്ന് കാര്യം നമ്മൾ അറിയണം. ഒന്ന്, കേൾക്കേണ്ടത് കേൾക്കണം, പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. മനസ്സിലായോ? എന്താ? കേൾക്കേണ്ടത് കേൾക്കണം, പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ആരറിഞ്ഞില്ലെങ്കിലും ആരറിയും? യേശു അത് അറിയും. വളരെ സിമ്പിളായ ഒരു കാര്യം ഞാനിന്ന് പോലെ പറയുന്നത്. സോ സിമ്പിൾ. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ഇവിടെ. കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാറില്ല, പറയേണ്ട സമയത്ത് നമ്മൾ പറയാറില്ല, ചെയ്യേണ്ട സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. ഇന്ന് പകൽ നീ സമയത്ത് ചിലത് ചെയ്യണം. നീ സമയത്ത് മിണ്ടാതിരുന്നാൽ, നീ സമയത്ത് ചെയ്യാതിരുന്നാൽ, കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും നമ്മളെ ഉള്ളെന്നാരും വിചാരിക്കരുതേ. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, അങ്ങക്ക് വേണേ 10 ലക്ഷം അനീഷിനെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മളില്ലെങ്കിൽ പിന്നെ വേറെ ആരുമില്ലെന്നൊന്നും വിചാരിക്കരുത്. ഇന്ന് പകൽ അടിയൻ തയ്യാറാന്ന് പറയാൻ എത്ര പേര് പകൽക്കാലം ദൈവസന്നിധിയിലുണ്ട്. അവൾ എന്താ ചെയ്തത്? അവള് വെങ്കൽ ഭരണി തുറന്നേച്ച്, പരിമളതയിലും കാൽക്കൽ ഒഴിച്ചേച്ച്, മുടി കൊണ്ട് കാലത്ത് വർത്തുക. 1 കൊരിന്ത്യർ 11. സ്ത്രീയുടെ മാനമാണ് അവളുടെ മുടി. മലയാളത്തിൽ മാനം എന്ന് പറയുമ്പോൾ എ വുമൺസ് ഹെയർ ഈസ് ഹെയർ ഗ്ലോറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവളുടെ മഹത്വമാണ് അവളുടെ മുടി. അപ്പം അവൾ ഒറ്റ കാര്യമാണ് ചെയ്തത്, അവളുടെ മഹത്വം ദൈവത്തിൻ്റെ മുമ്പിൽ ഉരിഞ്ഞു വെച്ചു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും എനിക്കൊരു ദൂതയെ പറയാനുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്തോ ചെയ്യണം? ഉറക്കെ പറ. നമ്മുടെ അഭിമാനം ഉരിഞ്ഞു വെച്ച്, നമ്മുടെ മഹത്വം ഉരിഞ്ഞു വെച്ച് ദൈവത്തെ ആരാധിക്കണം. 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ചെയ്ത ഒറ്റ കാര്യ, അവരുടെ മഹത്വം ഉരിഞ്ഞു വെച്ചവർ ദൈവത്തെ എന്ത് ചെയ്തു?
ആരാധിച്ചു. നോക്കിക്കേ, ഒരാൾ മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പം ലോകം പറയുന്നത് കേട്ടോ, കൂടുള്ളവർ പറയുന്നത് കേട്ടോ, ഇത് പാഴ്ചെലവാണ്. മലയാളത്തിൽ പാഴ്ചെലവെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പറയുന്നത് വേസ്റ്റാണ്. വേറെ ഒരു പണിയില്ല. ഈ സമയം വെറുതെ എന്തിനാ വേസ്റ്റാക്കുക? ലോകത്തിനിത് വേസ്റ്റാണ്. പക്ഷെ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് വർഷിപ്പാണ്. ദൈവം നമ്മളെ ഇവിടെ എന്ത് ചെയ്തിരിക്കുക? മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. നാളെ സംഭവിക്കാൻ പോകുന്ന ചില പൈശാചിക പദ്ധതികൾക്കെതിരെ ഇന്നേ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുക? ഉറക്കപ്പറ, മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദ ജാതിക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷവരും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. അങ്ങനെ ഒരു കാലത്തേക്കല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ദൈവം നിന്നെ മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. അന്ധകാര ശക്തികൾക്ക് നേരെ, ദേശശക്തികൾക്ക് നേരെ സ്വർഗത്തിലെ ദൈവം എന്നെ മുൻകൂട്ടി ഇരുത്തിയിരിക്കുകയാണെന്ന് ഉറപ്പുള്ള വലിയൊരു ദൈവസ്ഥാനത്ത് ഇവിടെ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ദൈവമക്കളെ ദൈവം ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ചിലതിനെ തകർത്തേച്ച് ചിലതിനെ പിടിച്ചെടുക്കാനായിട്ട് ദൈവം നമ്മെ മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. ഈ പകൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ചില കെട്ടുകളൊക്കെ കരിഞ്ഞു മാറും. ഹാമാൻ എന്നെല്ലാം പദ്ധതി ഒരുക്കിയാലും ഒരു ദൈവപൈതൽ ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറായാലുണ്ടല്ലോ, മൊർദെഖായിയെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില കഴുകുമരത്തിന്റെ പദ്ധതികളെ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുകയാ. ഇന്ന് പകൽ ഹൃദയം തുറന്ന ഒരു ദൈവപൈതൽ ദൈവത്തെ ആരാധിക്കുമ്പം, ഹൃദയം തുറന്ന ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ സന്നിധി ചിലത് ചെയ്യുമ്പം, കേൾക്കേണ്ടത് കേൾക്കുമ്പം, പറയേണ്ടത് പറയുമ്പം, ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ അന്ധകാര ആധിപത്യങ്ങൾ ഒരുക്കിയ ചില പദ്ധതികളെ ഒരു ഭാഗം കൂടെ ഞാൻ ചേർത്ത് പറയാം. ഈ ദേശത്തെ ദൈവപ്രവർത്തികൾക്കെതിരെ ഇരുട്ടിൻ്റെ അധികാരങ്ങളും ദേശശക്തികളും ഒരുക്കി വെച്ച ചില പദ്ധതികളെ ദൈവം കത്തിക്കും. നമ്മൾ കേൾക്കാനുള്ളത് കേട്ടാൽ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ ഇന്ത്യയിലെ ദൈവപ്രവർത്തിക്കെതിരെ നിൽക്കുന്ന ഞാൻ നിങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടി പറയാം. ദൈവം ചിലതിനെ എങ്ങനെ കത്തിക്കുന്നതെന്നറിയാച്ചാ, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് 30:33 ദൈവം ചിലതിനെ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. യെശയ്യാവ് 30:33. ഏറ്റവും ലാസ്റ്റ് വാക്യം മതി. യഹോവയുടെ ശ്വാസം. കണ്ടോ, യഹോവയുടെ ശ്വാസം എങ്ങനെ കത്തിക്കും? പറ. ഗന്ധക നദി പോലെ കത്തിക്കും. ഇന്ന് പകൽ നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. ഞാൻ ദേശാധിപതി എന്ന് പറയത്തില്ല, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ടെറിട്ടോറിയൽ പവേഴ്സ് എന്നേ പറയുന്നിട്ടുള്ളൂ, അല്ലേ? ദേശശക്തി എന്നാണ് പറയേണ്ടത്. പക്ഷെ പെന്തിക്കോസുകാരെല്ലാം കൂടെ പറഞ്ഞ് ഇതിനെ ആരാക്കി മാറ്റി? അധിപതിയാക്കി മാറ്റി. നമ്മൾ ആ ദേശത്തിൻ്റെ അധിപതികൾ. ഇന്ന് പകൽക്കാലം ചിലതിനെ കത്തിക്കണം. ഒരുത്തൻ കേൾക്കേണ്ടത് കേട്ടാൽ, ചെയ്യേണ്ടത് ചെയ്താൽ, പറയേണ്ടത് പറഞ്ഞാൽ ദേശശസിയെ ദൈവം കത്തിക്കും. എന്തോ കത്തിക്കുന്നത് പോലെ കത്തിക്കും. ഉറക്കപ്പറ. യഹോവയുടെ ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ചിലതിന് നേരെ ഒന്ന് ഊതിയാ മതി. ദൈവം ഒന്ന് ദീർഘശ്വാസം വിട്ടാ മതി. ഇന്ന് പകൽ നിന്റെ മുന്നേറ്റത്തിന് നേരെ നിൽക്കുന്ന ചിലത്. എനിക്കറിയാം ഈ വചനവുമായിട്ട് കണക്റ്റഡായ ചില ദൈവദാസന്മാരും ദൈവമക്കളും ഇതിനകത്തിരിപ്പുണ്ട്. ഈ വചനവുമായിട്ട് കണക്റ്റഡായ ചില ദൈവമക്കളോട് ഞാൻ പറയാ, നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യാൻ പോവുക?
ചൂട്ടും കൊതുമ്പും കത്തുന്നത് പോലെ കത്തുമെന്നല്ല, ഗന്ധകം കത്തുന്നത് പോലെ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് 5 മണിക്കൂർ കത്തി അല്ലേ? എത്ര ഫയർ എഞ്ചിൻ വന്നിട്ടും എന്ത് ചെയ്തില്ല, കെടുത്താൻ പറ്റിയില്ല. ഒടുവിൽ അവർ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ചില രാസവസ്തുക്കൾ പ്രയോഗിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ തീക്ക് വേറൊരു ലെവലുണ്ട് കേട്ടോ. തീയുടെ അൾട്ടിമേറ്റ് ഫോം എന്ന് പറയുന്നതും ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് ഫയർ, അത് സൾഫർ കത്തുന്നതാ. ചൂട്ടും കൊതുമ്പും കത്തുന്നതല്ല, ഉറക്കെ പറ, സൾഫർ കത്തും. അഭിഷേകമുള്ളവൻ ശുശ്രൂഷിക്കുമ്പം, ദൈവമക്കൾ ദേശത്തിറങ്ങി നിൽക്കുമ്പം ദേശശക്തി കത്തണം. എങ്ങനെ കത്തണം? ഉറക്കെ പറ. രണ്ട് കൂട്ടരായിരുന്നു പെന്തിക്കോസിലുള്ളത്. ഒരു കൂട്ടർ പോരാട്ടം ഇല്ലെന്ന് പറയുന്ന പെന്തിക്കോസുകാരൻ, മറ്റൊരു കൂട്ടർ പോരാട്ടത്തെ പേടിക്കുന്ന പെന്തിക്കോസുകാരൻ. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കേ ഉള്ളൂ, നിങ്ങൾക്കില്ലാത്തതിൻ്റെ കാര്യം അച്ഛൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചാൽ അതെന്നാണ്? ഞാൻ പറഞ്ഞു ഈജിപ്തിൽ കിടക്കുന്നവന് പോരാട്ടമില്ല, അവൻ അടിമത്തമേ ഉള്ളൂ. വാഗ്ദത്ത നാട്ടിലോട്ട് പോകുന്നവനെ എന്തോ ഉള്ളൂ, യുദ്ധമുള്ളൂ. അതാ യുദ്ധമുള്ളത് ആർക്കാച്ചാ? എടാ നിനക്ക് പോരാട്ടമുള്ളതിൻ്റെ കാര്യം. നീ വാഗ്ദത്ത നാട്ടിലോട്ടുള്ള യാത്രയല്ല. ഈ യാത്ര നീക്കേണ്ട ജലതിനെ നീ നീക്കണം, നിർമൂലമാക്കേണ്ട ജലതിനെ നീ നിർമൂലമാക്കണം. എനിക്കൊരു ഭയങ്കര നിയോഗമുണ്ട്. സ്വത്രം ഇന്ന് രാത്രി ഞാൻ മധുരയ്ക്ക് പോകേണ്ടതാ. സ്വത്രം എന്നിട്ടും ഈ യോഗം ക്യാൻസൽ ചെയ്യാതെ കമ്പനിപ്പടി വന്നതിൻ്റെ കാര്യം, ഈ ദേശത്ത് നിൽക്കുന്ന ചില ടെറിട്ടോറിയൽ പവേഴ്സിന് ദൈവം കത്തിക്കും. എന്ത് കത്തുന്നത് പോലെ കത്തും. ഉറക്കെ പറ. ഓ പുരാവാര സഭകളെ ഒതുക്കുന്ന, ദൈവപ്രവൃത്തികളെ തടയാൻ നിൽക്കുന്ന, കൃപ പ്രാപിച്ച ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങി. ഞാൻ ഈ ഗന്ധകം കത്തതിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ, സൾഫർ, ഗന്ധകം എന്ന് പറഞ്ഞാൽ സൾഫർ 250 ഡിഗ്രി മുതൽ 300 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഒരു സാധനമാണ് ഗന്ധകം. ഗന്ധകം കത്തുന്ന 3 സ്ഥലങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പം നമ്മൾ വായിച്ചത് യെശയ്യാവ് 30:33. സ്വത്രം അശൂരിൻ്റെ മേൽ കത്തിയത് ഗന്ധക. ഇതുപോലെ ഗന്ധകം കത്തിയ വേറൊന്നുണ്ട്. അത് തന്നെ സോദോം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. സോദോമിൻ്റെ മേൽ എന്തോ കത്തി? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ വിശുദ്ധ നാട് കാണാനായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചാക്കോച്ചാന് തോന്നി പോകുന്ന കൂട്ടത്തിൽ എന്നാൽ പിന്നെ ഒരു വാഴവത്തൂടെ കൊണ്ടുപോയേക്കാന്ന്. പുള്ളി എവിടെ കൊണ്ട് വെക്കാനാണ് പോയെന്നറിയാം? ചാവുകടലില്ലേ. കിളുക്കുവോ? പറ. അപ്പൊ സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താ? ഉറക്കെ പറ. ഗന്ധകത്തി പോയികയാ. ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവസഭകളെ നോക്കി പറയുകയാണ്, ഒരു പരിധിക്കപ്പുറത്ത് വളരാൻ അനുവദിക്കാതെ നിൽക്കുന്ന, മടുപ്പിക്കുന്ന ചില പദ്ധതികളെ അങ്ങ് ആലപ്പുഴയുടെ ആ സൈഡ് മുതൽ ഇങ്ങി കണ്ണമാലി വരെ ദൈവത്തിന് സ്തോത്രം, സഭകളെ ഒതുക്കാൻ നിൽക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. ഇല്ലേ? എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെക്കാട്ടി നന്നായിട്ട് അതിനെ അറിയാം. പക്ഷെ ഈ ദിവസങ്ങളിൽ അതൊന്ന് കത്തണം. തീരദേശത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കണം. ചില ശാപങ്ങൾ എന്ത് ചെയ്തു പോകണം? ഉറക്കെ പറ. കത്തിപ്പോണം, കത്തിപ്പോണം, കത്തിപ്പോണം. ദൈവസഭ ഒന്ന് ഒരുക്കപ്പെട്ടാൽ, ദൈവമക്കളൊന്ന് ഒരുങ്ങിയാൽ, ചിലതിനെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും? ഉറക്കെ പറ. ഓ ഈ അശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അശൂരൊന്ന് ഞെരുക്കാൻ നിൽക്കുന്ന ഒരു ശക്തിയാണ്. സ്തോത്രം. പക്ഷെ ഞെരുക്കാൻ നിൽക്കുന്നവൻ ഒരുത്തം പോലും എന്ത് ചെയ്തില്ല? ശേഷിച്ചില്ല. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ
ക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ ശാപങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു? വഹിച്ചു. പക്ഷേ ശാപത്തിന് 5 വശങ്ങളുണ്ട്. 5 തരത്തിലുള്ള ശാപത്തെ വചനം പറയുന്നുണ്ട്. അതിനെ നമ്മൾ അറിയണം. ക്രിസ്തുവിലൂടെ കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ അറിയുമ്പോൾ 5 തര ശാപങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ജനറേഷണൽ കേഴ്സസ്, തലമുറകളിൽ വെളിപ്പെടുന്ന ശാപം. അതുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നത് ദൈവസേനയിൽ ഇരുന്ന് ഉഴപ്പരുതെന്ന്. കാര്യം, ഉഴപ്പുകൾ മുഴുവൻ ബാധിക്കുന്നത് ആരിലേക്കാ? തലമുറ. തെളിവ് യോവേൽ പ്രവചനം. യോവേൽ പറയുന്നത് ഇതുപോലെ തകർച്ചയുടെ ഒരു ദൂത് അല്ലേ? യോവേൽ പ്രവചിക്കാൻ കാരണവും അതാ. ദേശത്തൊരു വെട്ടുക്കിളി ആക്രമണം. കാർമേഘം അന്തരീക്ഷത്തെ മൂടുന്നത് പോലെ വെട്ടുക്കിളി വന്ന് അന്തരീക്ഷത്തെ മൂടി. എന്നിട്ട് നിമിഷങ്ങൾക്കകത്ത് ഇസ്രായേലിലെ കൃഷി മുഴുവൻ ആര് നശിപ്പിച്ചു? വെട്ടുക്കിളി. ഈ സമയത്താണ് പ്രവാചകൻ എഴുന്നേക്കുന്നത്. പ്രവാചകൻ എഴുന്നേറ്റിച്ച് അന്നത്തെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, രാജാവേ, ഈ വെട്ടുക്കിളി ആക്രമണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ വെട്ടുക്കിളിക്ക് പുറകെ പച്ചപ്പുഴു വരും, പച്ചപ്പുഴുവിന് പുറകെ തുള്ളം വരും, തുള്ളന് പുറകെ വിട്ടിൽ വരും എന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങൾ വന്ന് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ കൃഷി എന്ത് ചെയ്യാൻ പോവാ? നശിപ്പിക്കാൻ പോവാ. വെട്ടുക്കിളി മിസ്രൈമിനെ കാണിക്കുന്നു, പച്ചപ്പുഴു റോമിനെ കാണിക്കുന്നു, തുള്ളൻ അശൂരിനെ കാണിക്കുന്നു, വിട്ടിലും മേദ്യ പഴ്സയെ കാണിക്കുന്നു. ഈ സാമ്രാജ്യങ്ങൾ വന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ആരോടാ ഈ ആലോചന പറഞ്ഞ്? അന്നത്തെ രാജാവിനോ. രാജാവാര? 2 ദിനവൃത്താന്തം 24:1. യോവാശ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പ്രായക്കുറവിൽ രാജാവായ ഒരു മനുഷ്യൻ വേറെ ഇല്ല. 40 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് സിബിയ എന്ന്. അടുത്തത് പറയാ, യഹോയാദാ പുരോഹിതൻ്റെ ആയുഷ്കാലത്തൊക്കെ യോവാശ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ആ പാസ്റ്റർ കാലത്ത് നല്ല മര്യാദയായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പാസ്റ്റർ കാലത്ത് മര്യാദ അതാ. അന്ന് നല്ലതായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം നല്ലത്. യോവാശ് ഇതൊക്കെ ദൈവത്തിൽ നിന്നാകുന്നു. ഒരു കാര്യം, ഇതൊക്കെ സഭകളെ പഠിപ്പിക്കണം. നമ്മൾ അകന്നാൽ അത് ബാധിക്കുന്നത് നമ്മുടെ പിള്ളേരെയാണ്. നമ്മൾ അടുത്താൽ അതിൻ്റെയും പ്രയോജനം ഉണ്ടാകുന്നത്. യോവാശിൻ്റെ 4 തലമുറ. 2 ദിനവൃത്താന്തം 25:2. യോവാശിൻ്റെ മകൻ അമസ്യാവിനെ കുറിച്ചാണ് പറയുന്നത്. യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാൻ. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഉഴപ്പ് പിള്ളേരുടെ കാലത്ത് വരുമ്പോൾ അവരെങ്ങനെ ആരാധിക്കും? ഏകാഗ്രതയില്ലാതെ ആരാധിക്കും. 26:16 രണ്ടാമത്തെ തലമുറ. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉസ്സിയാവ്. 2ാം തലമുറ ആരായി മാറി? നിഗളിയായി മാറി. ഇനി 27:2 3ാം തലമുറ യോധാം. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തുവെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ എന്ത് ചെയ്തില്ല? ചർച്ചിൻ്റെ പിക്നിക്ക് മൂന്നാറിലോട്ട് വെച്ചാൽ കാര്യങ്ങളെല്ലാം അവൻ അറേഞ്ച് ചെയ്ത് തരും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പിന്നെ ഞായറാഴ്ച വരത്തില്ല. പിന്നെ ഇനി 3ാം തലമുറയുടെ പോക്ക് കണ്ടോ? ഇനി 28-24 എന്താ വായിച്ചേ? ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് വാതിലടച്ച് യെറുശലേമിൻ്റെ ഓരോ മൂലയിലും എന്തുണ്ടാക്കി? നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുമ്പനാടു നിന്ന് മേടിച്ച് തമ്പാറും തല്ലിപ്പൊട്ടിച്ച് എടക്കൊച്ചിയിൽ നിന്ന് മേടിച്ച് ചിഞ്ചിലും ഒടിച്ചു പൊട്ടിച്ച് ഉപ്പേരിയുടെ പരിവാക്കിയിട്ട് ഹോളും പൂട്ടി കോടതി കേസും കൊടുത്തു. അപ്പം പിള്ളേരെ ബാധിക്കുമോ? ഞാനിവിടെ വന്നത് ബാധിച്ച ജനറേഷണൽ കേസുകൾ. സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കേണ്ട സമയത്ത് കമ്മിറ്റിയിലിരുന്ന് ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ട് പിള്ളേരിന്ന് എന്ത് ചെയ്യുക? പിന്മാറ്റക്കാരായിട്ട് ജീവിക്കുക. ഇത് തിരിച്ചറിഞ്ഞ ബോധമുള്ള ഒരുത്തനുണ്ട്. ഇതൊക്കെ സഭകളെ പഠിപ്പിക്കണം. സഹോദരൻ, ചിലർ വിചാരിക്കുന്നത് കുടുംബസ്ത്രീയിൽ ഇരിക്കുന്നത് പോലെ വന്നിരിക്കേണ്ട സ്ഥലമാ സഭാ കമ്മിറ്റി. 29ാം അധ്യായം ബോധം പ്രാപിച്ച ഒരു ഹിസ്കിയാവ് അല്ലേ? അവൻ്റെ കാലത്ത് ചിലത് യഥാസ്ഥാനപ്പെട്ടു. 2 ദിനവൃത്താന്തം 29. 2 ദിനവൃത്താന്തം 34 എന്താ? ഹിസ്കിയാവിൻ്റെ മകൻ്റെ കൊച്ചുമോൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് യോശിയാവ്.
4-5 കാര്യം അവൻ ചെയ്തു. 34 അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. 1, ഹംബ്ലിംഗ് ബൈ ഗോഡ്സ് വേർഡ്, വചനത്തിൻ്റെ മുമ്പിൽ അവൻ താണു. 2, ക്ലെൻസിങ് ദ ലാൻഡ്, ദേശത്തെ ശുദ്ധീകരിച്ചു. 3, റിപ്പയറിംഗ് ദ ടെമ്പിൾ, ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തു. ഇനി 34-ന്റെ 14-15 വാക്യം, അത് വായിക്കേണ്ട വാക്യമാണ് പാസ്റ്ററെ. 2 ദിനവൃത്താന്തം 34-ന്റെ 10. കണ്ടോ പുസ്തകം എല്ലാം കൂടെ എടുത്ത് പൂട്ടി വെച്ചു. മനസ്സിലായില്ലേ? കാശ് കൂടിയപ്പോ എല്ലാം കൂടെ എടുത്ത് ലോക്കറി വെച്ച കൂട്ടത്തി എന്തോ കൂടെ വെച്ച് പൂട്ടി. പറ, മോശ മുഖാന്തരം കൊടുത്ത പ്രമാണം കൂട്. സത്യത്തിൽ ഇന്നത്തെ പെന്തിക്കോസിന്റെ അപകടം ഇതാ. കാശിന്റെ മുമ്പിൽ പ്രമാണം മുഴുവൻ എന്ത് ചെയ്യുക? പക്ഷെ ഭക്തന്റെ തലമുറ അത് തിരിച്ചെടുക്കും. ജനറേഷണൽ കേസ് പോലെ തന്നെ രണ്ടാമത്തെ ശാപമാണ്, അതെ, ദൈവത്തിന് സ്തോത്രം, ജോഗ്രഫിക്കൽ കേസ്. നിങ്ങൾക്കറിയാം 2 രാജാക്കന്മാരും 2-ാം അധ്യായത്തിൻ്റെ 19 ഇരിപ്പൊക്കെ മനോഹര, പക്ഷേ വെള്ളം എന്താ? ഗർഭനാശമാണ്. അവരെന്നാ എടുത്തെന്നറിയോ? ഉപ്പ് എടുത്ത് അങ്ങോട്ടിട്ടു അല്ലേ? ഉപ്പ് പഴയ നിയമത്തിലെ യാഗവസ്തുവാണ്. അന്നേരം ശാപം മാറണമെങ്കിൽ, ദേശത്തിൻ്റെ ശാപം മാറണമെങ്കിൽ ഉപ്പിടണം എന്ന് പറഞ്ഞാൽ ആരാധിക്കണം. എവിടെയെങ്കിലും ചെന്നിട്ട് കാര്യമില്ല, റൂട്ട് കണ്ടുപിടിച്ച് ചെന്നിരുന്ന് ആരാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് പത്തനംതിട്ട. ദൈവം വളരെ പെട്ടെന്നൊരു വളർച്ചയാണ്. ഒരു 2 വർഷത്തിനകത്തൊരു 140 പേരെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. പത്തനംതിട്ട ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാകുന്ന സ്ഥലമല്ല. പക്ഷേ ഒരു ദിവസം ദൈവം ഒരു നിയോഗം തന്നപ്പം അവിടെ ചെന്നിരുന്ന് ചിലതിനെ വെട്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്ന് മുതൽ ഒരു ഭയങ്കര പരിവർത്തനം ഉണ്ടായി. ഇന്ന് പകൽ ഈ കർത്തദാസനൊക്കെ അറിയാം, പ്ലസ്റാന്നിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയങ്ങളിൽ ദേശത്തൂടെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ ചിലതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? പരുമലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവാസൻ വെളിപ്പാട് കൊടുത്തത് അവിടെ പോയതാണ്. അദ്ദേഹം പറയായിരുന്നു, അച്ഛൻ അറിയാവുന്നത് പരുമലയിലെ തിരുമേനിയാണ്. പക്ഷെ പരുമലയിലെ തിരുമേനിയുടെ സ്വന്തക്കാരൻ ഒരാൾ അപ്പുറത്തിരിപ്പുണ്ട്. സ്തോത്രം. അത് ഒരു ദേവിയാണ്. സ്തോത്രം. പുള്ളി വന്നേച്ച് ഞാനാ ഇവിടുത്തെ ആളെന്ന് പറഞ്ഞതിൻ്റെ അന്നാ പുള്ളി കട്ടിലേ കിടന്ന് ചത്തത്. അന്ന് ആ പുള്ളിയെ കാണാനാണ് ഇവിടുന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ദൈവം ഒരു വെളിപ്പാട് തന്നു, 2-ലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഇനിയും ഒരു ദൈവിക നിയോഗം തന്നെങ്കിൽ നീ ചെല്ലണം. ദൈവം ചിലതിനെ കത്തിക്കും. സ്തോത്രം. ഇനി 3-ാമത്തേതുണ്ട്, സിൻ ബേസ്ഡ് കേസുണ്ട്. ആകാന്റെ കാര്യം അതൊക്കെ നമുക്കറിയാം. 4-ാമത്തേതുണ്ട്. അതെന്താണെന്നറിയാവോ? 1 ഞാൻ പറഞ്ഞു ജനറേഷണൽ കേസ്, 2 ഞാൻ പറഞ്ഞു ജോഗ്രഫിക്കൽ കേസ്, 3-ാമത്തേത് സിൻ ബേസ്ഡ് കേസ്. ആകാന്റെ ഒക്കെ കാര്യം ചെയ്തത് ശാപം ഇരിക്കുന്നു. 4-ാമത്തെ കാര്യമുണ്ട്, അതിൻ്റെ പേരാണ് ഈ ട്രോമ ബേസ്ഡ് കേസസ്. ഇതും സഭയ്ക്കകത്തുള്ള ഒരു കാര്യമാണ്. ശൗലും യോനാഥാനും കൊല്ലപ്പെട്ട രാത്രി മെഫീബോശത്ത് രാജകുലത്തിൽപ്പെട്ടവൻ അവനെ എടുത്തോണ്ട് എന്ത് ചെയ്യുമായിരുന്നു? ഓടി. സംഭവിച്ചെന്താ? വീണു, സ്പൈനൽ കോഡ് തകർന്നു. അന്ന് മുതൽ ഈ പുള്ളിയെ കൊണ്ട് ഉപേക്ഷിച്ചു. എവിടെ? ലോദേബാർ. ഉപേക്ഷിച്ചെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ലോദേബാർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പച്ചപ്പില്ലാത്തത്. എടാ, രാജകുലത്തിൽ ജനിച്ചവൻ ഇപ്പൊ എങ്ങനെ ജീവിക്കുക? ഇത് സഭകളുടെ അകത്ത് ഒത്തിരി തലമുറകളുടെ അവസ്ഥയാണ്. നിന്റെ തലമുറ പച്ചപ്പില്ലാത്ത ഒരു ജീവിതത്തിൽ ജീവിക്കേണ്ടതല്ല. ദൈവദാസന്മാരൊക്കെ തിരിച്ചറിയണം. എൻ്റെ കുഞ്ഞ് ചലിക്കണം, ചലിക്കേണ്ട സമയത്ത് അത് ചലിക്കണം. അതിൻ്റെ കാലും കൈയും ചലിക്കേണ്ട സമയത്ത് അത് ചലിക്കണം. അത് ചലിക്കാൻ അനുവദിക്കാതെ പച്ചപ്പില്ലാത്തടത്ത്
ഞാൻ ഒത്തിരി നേരം ഒന്നും പ്രസംഗിക്കത്തില്ല. ഒത്തിരി നേരം പ്രസംഗിച്ച ഒരു സ്ഥലമാണ് ഇവിടം. 10:30 പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ 4 മണി വരെയൊക്കെ സജിമോൻ പാസ്റ്ററൊക്കെ അവിടെ പ്രസംഗിച്ച കാലമാണ്. ഇപ്പം പിന്നെ ഈ 45 മിനിറ്റ് പ്രസംഗമായ പിന്നെ എനിക്കിപ്പോൾ അതിൽ കൂടുതൽ പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ് സഹോദരൻ. പക്ഷെ എന്നാലും ഏൽപ്പിച്ച ദൂത് ഞാൻ പറയാം, ചിലതിനെ പച്ചപ്പില്ലാത്ത ജീവിതത്തിൽ ഒതുക്കിയിട്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു നിയോഗമുള്ള ചില ദൈവമക്കൾ എഴുന്നേറ്റാൽ ഒരു കാര്യം സത്യമാ, ചിലത് തിരിച്ചു വരും. പിന്മാറ്റത്തിലൊക്കെ കിടക്കുന്ന ചിലതിനെ ദൈവം എന്ത് ചെയ്യും? എത്ര പേർക്ക് ഈ പകൽ ഉറപ്പുണ്ട്? പച്ചപ്പില്ലാത്ത ജീവിതത്തിൽ നയിക്കപ്പെടേണ്ടതല്ല എൻ്റെ തലമുറ. തിരിച്ചു വരേണ്ട സമയത്ത് അത് തിരിച്ചു വരണം, തിരിച്ചു കൊണ്ടുവരുന്നയോ. അപ്പം 1 ജോഗ്രഫിക്കൽ കേഴ്സ്, 2 ജനറേഷണൽ കേഴ്സ്, 3 സിൻ ബേസ്ഡ് കേഴ്സസ്, 4 ട്രോമ ബേസ്ഡ് കേഴ്സസ്. ഇനി 5-മത്തേതുണ്ട് വാക്കുകൊണ്ടുള്ള ശാപം. ഇതേറ്റവും കൂടുതൽ കിട്ടേണ്ട ഒരു കൂട്ടരായിരുന്നു പെന്തിക്കോസുകാർ. എൻ്റെ വല്യപ്പനൊക്കെ റാന്നിന്ന് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ വല്യപ്പൻ്റെ അപ്പനൊക്കെ പറഞ്ഞു, നീയും നിൻ്റെ പിള്ളേരും മുടിഞ്ഞു. അതിനുള്ള വഴിയും ചെയ്തു. എല്ലാവർക്കും 9 ഏക്കർ വീതം കൊടുത്തപ്പോൾ വഴിയില്ലാത്ത ഒരു തോടിൻ്റെ കരയിൽ എൻ്റെ വല്യപ്പന് 3/4 ഏക്കർ കൊടുത്തു. അത് ഈ ജോയിമോൻ പാസ്റ്റർ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. അപ്പച്ചനത് കിട്ടിയ വിലയ്ക്ക് സഹോദരന് വിറ്റു. വിറ്റേച്ച് ഉപ്പുതറയ്ക്ക് പോകാനായിട്ട് അന്ന് 5000 രൂപ കിട്ടി. ഉപ്പുതറയ്ക്ക് പോകാനായിട്ട് 1000 രൂപ കൊണ്ട് അവിടെ അഡ്വാൻസും കൊടുത്തു 8 ഏക്കർ സ്ഥലത്ത്. പക്ഷെ അന്നേരം ആരോ പറഞ്ഞു വാദമുള്ളതുകൊണ്ട് തണുപ്പ് പറ്റത്തില്ല, 60 വർഷം മുമ്പാണേ, പോണ്ട. 1000 രൂപ അതുവഴി പോയി. പിന്നുണ്ടായിരുന്നത് 4000 രൂപ. അതിനകത്ത് 2000 രൂപ കൊണ്ട് കൊടുത്ത് അത്തിക്കത്തെ വനം വെട്ടി ഭൂമി മേടിച്ചതാണ്. അവിടുന്നാണ് എൻ്റെ വല്യപ്പൻ ദൈവത്തെ ആരാധിക്കാൻ നിന്നത്. പക്ഷേ ഈ റാന്നി വെല്ലുവിളിയിൽ 9 അപ്പന്മാരുടെ മക്കളായിട്ട് 1500 ശാഖക്കാരുള്ള ഒരു കുടുംബമാണ് കണ്ണങ്കര കുടുംബം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ഈ അനീഷ് പാസ്റ്ററൊക്കെ നമ്മുടെ കുടുംബത്തിന് വലിയൊരു അഭിമാനമാണ്. കാരണം ഈ 23 ഡിസംബറിന് ശേഷം കുറഞ്ഞത് ഞാനൊരു 25 രാജ്യത്തേലും പോയിട്ടുണ്ട്. സ്വത്രം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവം ഒരുത്തൻ്റെ ചരിത്രത്തെ മാറ്റാൻ തുടങ്ങി. നാട്ടുകാരനും വീട്ടുകാരനും പ്രാഗിയതെല്ലാം കൂടെ വെച്ച് നിന്നെ ദൈവം, അയ്യോ എടാ എന്നെ പ്രാക്കേക്കാഞ്ഞത്, അതും പെന്തിക്കോസുകാരൻ അറിയണം. വിലയാമാ പ്രാകാൻ വന്ന്. പക്ഷെ പറയാം എനിക്ക് പ്രാകാൻ പറ്റുന്നില്ല. എന്നാന്ന് ചോദിച്ചപ്പം പറഞ്ഞു ദൈവം സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു ദൈവം എന്നാ സമ്മതിക്കാത്ത? അന്നേരം സംഖ്യ 23 4 കാര്യം എന്നോട് പറഞ്ഞു വന്നു. 9-മത്തെ വാക്യം, ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ ഞാൻ അവനെ ദർശിക്കുന്നു. എന്താ അവൻ്റെ പ്രത്യേകത? ഇതാ തനിച്ചു പാർക്കുന്നു. എടാ വേർപാടുള്ളവനെ ആർക്കെങ്കിലും ശപിക്കാൻ പറ്റുമോ? ശബനാരവരവരവ നിനക്കൊരു വേർപാടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത കാര്യം പറയാ, 23-21. എന്താ അവിടെ പറയാ? യാക്കോബിൽ തിന്മ കാണുവാനില്ല. എന്താ പറ? മടി കനവളവും വഴി പേടിച്ചാൽ പോരായോ? വേർപാട് മാത്രമല്ല, വിശുദ്ധി. എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ ഇപ്പോഴ് DGP ആയ മനോജ പ്രകാശ് സാറ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ, പാസ്റ്റർ നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ പെന്തിക്കോസുകാരോടൊക്കെ പറയണം, അവർ മാത്രം സ്നാനപ്പെട്ടാൽ പോരാ, അവരുടെ ഫോണും കൂടെ സ്നാനപ്പെടുത്താൻ പറയണമെന്ന് പറഞ്ഞു. സത്യ ദൈവത്തിന് സ്വത്രം. ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫോണുകൂടെ അങ്ങ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ 90% പ്രശ്നം സഭയിലെ തീരും. ശബരവരവ ചൈഡൽ കിടക്ക. വേണ്ടാത്തതൊന്നും പറയാൻ പോകരുത്. വേർപാട് മാത്രം പോരാ, വിശുദ്ധിയും വേണം. ശാപേക്കാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. വേർപാട്, വിശുദ്ധി. ഇനി അടുത്തത് പറയുന്നത് കേട്ടോ, യാക്കോബിൽ എന്തോ ഇല്ല, തിന്മയില്ലെന്ന്, വിശുദ്ധി. അടുത്ത് പറയാ, രാജകോലാഹലവൻ്റെ മധ്യമുണ്ട്. ചത്തേ ചതഞ്ഞെന്നുള്ള ആരാധന അല്ല, രാജാവ് വന്നിരിക്കുന്നെന്നുള്ള തിരിച്ചറിവാണ്. ഓ ദുരവരവരവരവരവരവരവ. രാജാവുള്ളിടത്ത് ഉറക്കെ പറ, രാജകോല. ഇന്ന് പകൽക്കാലം നിന്റെ ആരാധന രാജകോലാഹലത്തോടുള്ള. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, ഈ ദൈവാസന്മാർക്കൊക്കെ അറിയാം, നല്ല തടി ബിസിനസ്സുകാരനാണ്. ഇപ്പോഴും ഉണ്ട്.
9ാമത്തെ വയസ്സിൽ 8ാമത്തെ വയസ്സിൽ ആടിനെ വളർത്തി സ്വർണ്ണമാല കഴുത്തിട്ട മനുഷ്യനാണ്. അന്നേരം പുള്ളിയുടെ കഴിവെന്താണെന്ന് നിങ്ങൾ ഓർത്തോണം. 9ാമത്തെ വയസ്സിൽ അദ്ദേഹം തളർന്നുപോയി. അങ്ങനെ അത്തിക്കത്തെ വീട്ടിൽ തളർന്നു കിടക്കുമ്പം ഞങ്ങളുടെ അപ്പച്ചന് ഒരു പങ്ക് ബിസിനസ്സുകാരനുണ്ടായിരുന്നു, കേശവിള വന്നു വെച്ച് പറഞ്ഞു, മാത്തച്ചേട്ടാ ഇത് ചെയ്ത്തുദോഷമാണ്, ഇതിന് നിങ്ങൾ മറുകൃതി ചെയ്യണം. അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും മറുകൃതിയൊന്നും ഇല്ല. അങ്ങനെ ഈ പെന്തിക്കോസുകാർ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. അവർ ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് നടത്തി, ആരാധന അങ്ങോട്ട് നടത്തിയപ്പോഴത്തേനുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഈ പുള്ളിക്കാരൻ ചാടി എഴുന്നേറ്റെന്ന് മാത്രമല്ല, ഞങ്ങളുടെ വീടിനെതിരെ ശാപം ചെയ്ത വീടിനകത്ത്, ഈ ആവിചാരം ചെയ്ത വീടിനകത്ത് അത് തിരിച്ചടിച്ചു. സ്തോത്രം. അവർ ഭ്രാന്തായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നീ അങ്ങോട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചാലുണ്ടല്ലോ, ശപന റബരബരവ, ഓ ദൈവിക നിയോഗം തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ. എടാ, ദൈവാത്മാവുള്ളവൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ദേശത്തൂടെ നടന്നു. കഴിഞ്ഞ ദിവസം ഈ കോട്ടയംകാരനൊരു ദൈവാസന് വാരണാസി ക്യാൻസറായിട്ട് മരിച്ചു. അദ്ദേഹം പവർഷയിലൂടെ നിരന്തരം എൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. വലിയൊരാഗ്രഹമായിരുന്നു എന്നെ കാണുക എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ പറ്റിയില്ല. പവർഷലിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ജീസന്റെ അടുത്ത സ്നേഹിതൻ ജീസനോട് പറഞ്ഞ ഒരു കാര്യം, അച്ഛാ, പുള്ളിയുടെ സുവിശേഷ വില എന്ന് പറയുന്നത്, പുള്ളി ആ നാട്ടിൽ ഏത് സ്ഥലത്ത് ചെന്നാലും നാട്ടുകാരുമായിട്ട് വളരെ ബന്ധത്തിലേക്ക് വരും. അങ്ങനെ ഇവരുടെ അമ്പലത്തിലെ പരിപാടിക്കൊക്കെ പുള്ളി വിളിക്കും. പുള്ളി പറയും, ഞാൻ വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങളുടെ ദേവനൊക്കെ അറിയാം. സ്നേഹമാകുമ്പോൾ അവർ പറയും, അല്ല വരണം. അങ്ങനെ പുള്ളി എവിടെല്ലാം കയറി ചെന്നിട്ടുണ്ടോ അവിടുത്തെ 5 ഇടത്തെ അമ്പലത്തിലെ ആൾക്കാർ ഇറങ്ങിപ്പോയെന്ന്. ആ 5 അമ്പലത്തിലെ ആളുകൾ ഈ പുള്ളി നിമിത്തം കർത്താവിലേക്ക് വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നിന്റെ മേലൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ദൈവം ജലതിൻ്റെ മേലൊരു ഊത്തൂതും. ദൈവം ജലതിൻ്റെ മേലൊരു ഊത്തൂതിയാലുണ്ടല്ലോ, അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഗന്ധക നദി പോലെ ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യാൻ പോവുക. ദൈവം ജലതിനെ കത്തിക്കും. പ്രിയപ്പെട്ടത്, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. മറിയ ചെയ്തത് യേശു അറിഞ്ഞു. ഇന്ന് പകൽ നീ ചെയ്യുന്നതൊക്കെ ആരറിയും? ഉറക്കെ പറ. ദൈവസന്നിധിയിൽ നമ്മൾ അറിയണം, നമ്മൾ കേൾക്കുന്നത് ദൈവം അറിയുന്നു. നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നത് ദൈവം അറിയുന്നു. 3, നമ്മൾ ചെയ്യുന്നത് ദൈവം അറിയുന്നു. അവൾ കേട്ടത് ദൈവം അറിഞ്ഞു, അവൾ പറഞ്ഞത് ദൈവം അറിഞ്ഞു, അവൾ ചെയ്തത് ദൈവം അറിഞ്ഞു. ലോകം മുഴുവൻ അവൾക്കെതിരെ നിൽക്കുമ്പോഴും അവൾക്കൊരു വാറണ്ടിയും ഗ്യാരണ്ടിയും ദൈവം കൊടുത്തു. എന്നുവരെ ഇതെന്നുവരെ ഉണ്ടോ, ഇതെന്നുവരെ പ്രസംഗിക്കപ്പെടുവോ, അന്ന് വരെ നീ എന്ത് ചെയ്യും? ഉറക്കെ പറ. അപ്പൊ ഈ ടീമിനോട് ഞാൻ പറയുകയാ, നീ കേൾക്കേണ്ടത് കേട്ടാൽ നീ സുവിശേഷം എന്നുവരെ ഉണ്ടോ? എന്നുവരെ സുവിശേഷമുണ്ടോ അന്ന് വരെ നീ അറിയപ്പെടും. ദൈവത്തെ ബഹുമാനിക്കുന്നവന്റെ ഗ്യാരണ്ടി സുവിശേഷത്തിന്റെ വാറണ്ടിയാ. എന്നുവരെ സുവിശേഷമുണ്ടോ അന്ന് വരെ നീ അറിയപ്പെടും. അങ്ങനാണെങ്കിൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, പറ, കടവായിട്ട്. മറ്റാരും അറിഞ്ഞില്ലേലും ദൈവം അറിയുന്നെന്നുള്ളൊരു തിരിച്ചറിവിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ സുവിശേഷ വേലയിലൊന്ന് ശക്തരാകാം. നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു സുവിശേഷകനായി മാറാം. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാം. എന്താ യഥാർത്ഥത്തിൽ സുവിശേഷകന്റെ പ്രവൃത്തി? ഇവിടെ 2 പാളി കഥ.
പക്ഷെ പഴയ പെന്തിക്കോസ് ഹോൾ ആന്നു 4 പാളി കഥ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ആ കഥകളുള്ള ഒരു ഹോളിൽ ഒരിടയനും ഒരു സുവിശേഷകനും കൂടെ കിടക്കുക. രാത്രിയിലെ ഹോളിൽ കിടന്ന് ഉറങ്ങുക. ഇടയൻ രാവിലെ എഴുന്നേറ്റു. അപ്പോഴത്തേനും സുവിശേഷകനെ കാണാനില്ല. ഇടയൻ എഴുന്നേറ്റതിൻ്റെ കാരണം ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾക്കൊരു സെൻട്രൽ പാസ്റ്റർ ഉണ്ടായിരുന്നു. 50 വർഷത്തോളം പുള്ളി കർത്താവിൻ്റെ വേലയിലായിരുന്നു. ആ സെൻറ്റർ തുടങ്ങിയപ്പോൾ മുതൽ പുള്ളി അതിൻ്റെ പാസ്റ്ററുമായിരുന്നു. അടുത്ത സമയത്ത് മരിച്ചു. ആ ഉത്തരവാദിത്തം ഇപ്പം എനിക്ക് കിട്ടി. പുള്ളിക്ക് ആ സെൻറ്ററിലുള്ള സകലം ദൈവമക്കളെ അറിയാം, അവരുടെ മക്കളെ അറിയാം, അവരുടെ കൊച്ചുമക്കളെ അറിയാം. ഞാൻ പഠിക്കാൻ നോക്കിയിട്ട് ഇന്ന് വരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ എടുത്തിട്ട് 4 മാസമായതേ ഉള്ളൂ. ഈ 20 വർഷവും പുള്ളി എല്ലാ വീടിനു വേണ്ടി രാവിലെ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ഒരു വീട്ടിലെ വിശ്വാസിയുടെ പേര് മനസ്സിലാകുന്നത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ. സ്തോത്രം. സുവിശേഷകനെ കാണാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. എന്താണെന്നറിയാനായിട്ട് എത്തിക്കുത്തി നോക്കിയപ്പോൾ കണ്ടു, സുവിശേഷകൻ ഓടി വരുന്നു. അതിൻ്റെ പുറകെ ഒരു പുലിയും വരും. പുള്ളി അന്നേരം തീരുമാനിച്ചു, പുലിയുടെ കയ്യിൽ നിന്ന് ദൈവാസനെ രക്ഷിക്കണം. ആലയത്തിലോട്ടോട്ട് വരുമ്പം 2 വാതിൽ അടച്ചു, 2 വാതിൽ തുറന്നു. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇദ്ദേഹം ഒന്ന് ഓടി വന്ന് കയറുമ്പം ആ 2 വാതിലൂടെ എന്ത് ചെയ്യണം? അടച്ച് കുറ്റിയിടണം. കാത്തു നിൽക്കുക. ഓടി വന്നു. നിമിഷങ്ങൾക്കകത്ത് കഥ കടച്ചു. കഥ കടച്ചു നോക്കിയപ്പോൾ പുലി അകത്തും മറ്റേ പുള്ളി പുറത്തു. അപ്പോൾ പുറത്തു നിന്നവൻ ജനലിൽ കൂടെ പറയാ, സുവിശേഷം പറയാ, ഇതിനെ പിടിച്ച് കുഞ്ഞാടാക്കിക്കോ, അടുത്തതിനെ ഞാൻ കാടിളക്കി പിടിച്ചോണ്ട് വരാമെന്ന്. സത്യത്തിൽ ഇതിനാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നാട്ടിലൊക്കെ ഓടി നടന്ന് എവിടെയും അല്ലെ പിന്നെ ഈ സണ്ണിച്ചാനൊക്കെ ഇങ്ങനെ ഒതുങ്ങിത്തരുമോ? സ്വത്രം. പുള്ളിയൊക്കെ പവർശനി വന്നിരിക്കുന്നത് പഞ്ചപാവമായിട്ട്. കോട്ടയത്തെ കോൺഗ്രസിൻ്റെ വലിയ പുള്ളിയാ സ്വത്രം. പക്ഷേ ഇതിനെല്ലാം പിടിച്ച് കുഞ്ഞാടാക്കാനാണ് നമ്മളെ ദൈവം ചെയ്തിരിക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യാം. നമ്മൾ ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ ചിലത് ദൈവം അറിയും. ദൈവം ചിലതിനെ അറിയുമെന്ന് മാത്രമല്ല, ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? കത്തിച്ച്. എങ്ങനെ കത്തിക്കും? ഗന്ധക നദി കത്തുന്നത് പോലെ കത്തിക്കും. ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. കണ്ണുകളെ അടച്ച് ഒരല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നെടുകെ കുറുകെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് നടന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ അറിഞ്ഞ് അടന റകൽക്കടക ശാന്തനാതരാതര ദൈവം ചിലതിനെ കത്തിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പോടുകൂടെ ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ശക്തമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ശാന്തന റബരബരബ ഷൈഡൽ കടകനാതരാതര ആന്തന റബന റബരബ ഷൈഡരാതര. എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചാട്ടെ, ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവകൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ചിലതിനെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം കത്തിക്കുമെന്നുള്ള തിരിച്ചറിവോടെ പ്രാർത്ഥിച്ചാട്ടെ. അന്ധകാര വ്യാപാരങ്ങൾ കത്തട്ടെ. ശാബാര. എനിക്ക് നല്ല ഉറപ്പാ, ഈ പകൽക്കാലം ദൈവം ചിലതിനെ കത്തിക്കും. ശാബാരാബ. ചില മരണപ്പോരുകൾ, ചില ദേശശക്തികൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ, പോരാടി പ്രാർത്ഥിച്ചേ. എല്ലാവരും ആത്മാവെ പ്രാർത്ഥിച്ചേ. ഒരു പ്രത്യേക നിയോഗത്തോടെ ചലിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരുപറ്റം ദൈവദാസന്മാരും ദൈവമക്കളുമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ചിലതിന് നേരെ ഒന്ന് പൊരുതാം. നമുക്ക് ചിലതിന് നേരെ ഒന്ന് പൊരുതാം. അതിരികട്ടി വേദി വേദികട്ടി വേദി ഓ ദുരം വരച്ചരത്തര. ഇപ്പൊ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. ഒരതിരിനപ്പുറത്തോട്ട് പോകാൻ അനുവദിക്കാതെ, ഒരതിരിനപ്പുറത്തോട്ട് നിന്നെ കടത്തിവിടാതെ, ഒരതിരിനപ്പുറത്തോട്ട് നിന്റെ ജീവിതത്തെ മാറ്റാൻ അനുവദിക്കാതെ ഒതുക്കി നിൽക്കുന്ന വ്യാപാരത്തെ
ശക്തമേറെ ദൈവകൃപ ചലിക്കട്ടെ. അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യം വ്യാപരിച്ചു തുടങ്ങുക. ദൈവങ്ങളുടെ സ്വാതന്ത്ര്യം വ്യാപരിച്ചു തുടങ്ങുക. അസാധാരണമായ ഒരു ദൈവപ്രവർത്തി ഇന്ന് പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കുക. അന്യഭാഷ മാത്രം പ്രാർത്ഥിച്ചോ. അന്യഭാഷ മാത്രം പ്രാർത്ഥിച്ചോ. നിർമൂലമാക്കേണ്ട ചിലതുണ്ട് കേട്ടോ. നിർമൂലമാക്കേണ്ട ഒന്ന് അമാലേക്ക് ശക്തി. ഇന്നലെ ഞാൻ പൗർഷലി പ്രസംഗിച്ച ദൂതത പിടിച്ചെടുക്കുക. ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്, ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക. അമാലേക്കിനെ നിർമൂലമാക്കേണ്ട സമയത്ത് നിർമൂലമാക്കിയില്ലെങ്കിൽ ശൗലേ, അമാലേക്കിന്റെ വാള് നിന്റെ കഴുത്തേലിരിക്കും. ദാവീദിന് കാര്യം പിടികിട്ടി. അവൻ ചിലതിനെ പിടിച്ചെടുത്തു. ദാവീദ് കൊള്ള ചെയ്തെടുത്തു. അതുകൊണ്ട് ദാവീദിന്റെ തലമുറ ഹിസ്കിയാവിന്റെ കാലം വന്നപ്പം ചിതറിപ്പോയ കിടന്നതിനെ അവൻ വെട്ടിക്കളഞ്ഞു.